അന്ന് നിനക്ക് ദാഹജലം തന്ന പാകിസ്ഥാനി നിന്റെ കഥ കേട്ട് നിന്നെ അയാളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. കൈ നിറയെ പണവും മനസ്സ് നിറയെ വർഗീയതയും നിറച്ചു. അതൊക്കെ നിന്റെ സാഹചര്യങ്ങൾ. എനിക്കുണ്ട് അത്ര ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ഭൂതകാലം. പക്ഷെ സത്താർ, ഒന്ന് ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാവും. മണൽ നഗരത്തിലെ കടുത്ത വേനൽ ആ പാകിസ്ഥാനെ നിന്റെ നാക്കിലൊഴിച്ചെന്ന ദാഹജലമല്ല, കൊടും വിഷമായിരുന്നു. കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു നിന്റെ ഈ സംസാരം. ഇനി ഒരൊറ്റ സംശയം ബാക്കിയുള്ളൂ. ജാവേദ് ഇബ്രാഹിം എന്ന ഉപനയനം കഴിഞ്ഞ് പൂണൂലിട്ടത്. പരിഹസിക്കണ്ട. നാം സഞ്ചരിക്കുന്ന വഴി തെറ്റാണെന്ന പൂർണ്ണ ബോധ്യത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ പേര് നമ്മളെയൊക്കെ മുതലെടുക്കാടാ ചിലര്. ആരാ മുതലെടുക്കുന്നത്? അള്ളാഹുവിന്റെ രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മഹാപ്രസ്ഥാനത്തിലുള്ളവരോ? അള്ളാഹുവിന്റെ രാജ്യം പുല്ലിനെയും പൂനെയും പുഴുവിനെയും സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ സ്വന്തം രാജ്യം വേണമായിരുന്നെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം സൃഷ്ടിച്ചാൽ പോരായിരുന്നോ? എന്തിനാ ഇത്രയധികം മതങ്ങളും അതിന്റെ കീഴിൽ ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളും സൃഷ്ടിച്ചത്? അതോ ഇനി അന്യമതക്കാരെ സൃഷ്ടിച്ചത് വേറെ ഏതെങ്കിലും ദൈവം എന്ന് പറയുന്നുണ്ടോ വിശുദ്ധ ഗ്രന്ഥത്തിൽ? അവസാനിപ്പിക്കണം നമുക്ക് ഈ ചോരക്കളി. സലീം മുബാർക്ക് കരുതിയ പോലെ പണവും തട്ടിയെടുത്ത് കടന്നു കളയാനൊന്നുമല്ല ഞാൻ പറയുന്നേ. നമുക്ക് ആരുടെ ഒന്നും വേണ്ടടാ. എന്നിട്ട് എവിടെ പോയി ഒളിക്കുന്നീ? ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പ്രസ്ഥാനമായത്. സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് കരുതണ്ട നീ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്കൊരു സാധാരണ മനുഷ്യനെ ജീവിക്കണം. ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കണം. പേടി സ്വപ്നം കാണാതെ ഒന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞ് ഏത് തോക്കിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിന്ന് കൊടുക്കാൻ തയ്യാറായി ജാവേദ്. ഇല്ല, ഒരു ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോലും നിന്നെ ഞാൻ ബാക്കി വെക്കില്ല ഞാൻ. സത്താർ,